ഹലോ, വെൽക്കം ബാക്ക് ടു ആദൂസ് വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ ചാനലിൽ ഇത്രയും ദിവസം ഉണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞു ഞാൻ തിരിച്ച് കണ്ണൂരെത്തി. ആസ് യൂഷ്വൽ നമ്മൾ നമ്മുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ലിട്ടുവിൻ്റെ സ്കൂളിലേക്ക് പോവുക, അഗി ഓഫീസിൽ പോവുക, അങ്ങനെ എൻ്റെ ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ ഓർത്തു എനിക്ക് 2-3 സ്കിൻ കെയർ വീഡിയോസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് അതിനുള്ളൊരു ഇത് കിട്ടിയിട്ടില്ല, എനിക്കൊരു ടൈം കിട്ടിയില്ല. അപ്പം ഞാൻ ഓർത്തു ഞാൻ ചെയ്യുന്ന കുക്കിംഗ് എന്താണെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന്. എൻ്റെ കുക്കിംഗ്. അപ്പം ഞാൻ ഇന്ന് എനിക്ക് ഒന്ന് പണി ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടാണ് പോയത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല അയില കിട്ടിയിട്ടുണ്ട്, ഞാൻ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അയില കൊടുന്നു. അപ്പോൾ അയിലക്കറി ഉണ്ടാക്കണം, അയില കുറച്ച് വറുക്കണം, അതാണ് ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അയിലക്കറി ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ സാധാരണ തേങ്ങയൊക്കെ അരച്ചിട്ടാണ് ഞാൻ അയിലക്കറി വെക്കുക. പക്ഷെ ഞാൻ ഇന്ന് വേറൊരു രീതിയിൽ അയിലക്കറി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ യൂട്യൂബ് ചാനലിൽ കണ്ട മാതിരിയാണ്. അപ്പോൾ ഞാനതിന് മുന്നേ ഒരു വശം വെച്ചു, അപ്പൊ എനിക്കിഷ്ടമായി. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ രീതിയിൽ നിന്ന് വെക്കാന്ന് വിചാരിച്ചു. എന്നും ഈ ഒരേ മെത്തേഡ് കറികൾ കൂട്ടി എല്ലാവർക്കും മടുക്കില്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്കൊന്ന് കണ്ടാലോ. ഞാൻ വെക്കുന്ന അയിലക്കറി, അതാണ് ഈ വീഡിയോയുടെ പേര്. കാണാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടിയിൽ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും നല്ലത്. ഓയിലിൽ ഉണ്ടാക്കിയാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ലായിരിക്കും. ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു പിഞ്ച് ഉലുവ എന്നിട്ട് കൊടുക്കുക. നല്ല ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് ഉലുവ കരിഞ്ഞു പോകും. അപ്പോൾ ഉലുവ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നൊരു ബ്രൗൺ ആവണം, ആ ഒരു ടൈം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ, അത് രണ്ടും അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് കുറച്ച് എന്നാലാണ് ആ ഒരു ടേസ്റ്റ് അതിന് കൃത്യമായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് സെറ്റ് ആവണ വരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒന്ന് കരിയാണ്ട് അതിന് മുന്നേ അതിലേക്ക് ഉള്ളി, ചെറിയ ഉള്ളി ഒരു 4-5 എണ്ണം അത് അങ്ങനെ ഇട്ട് കൊടുക്കണം. അതിലേക്ക് പച്ചമുളക്. അപ്പോൾ ഈ 2-3 ആയിട്ട് അതൊന്നും കൂടി ഒന്ന് മൂത്ത് കിട്ടണ വരെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടാണ് അതിലേക്ക് തക്കാളി, അങ്ങനെ ഒരെണ്ണം വേണമെങ്കിൽ അങ്ങനെ ഇടാം, പക്ഷെ അങ്ങനെ ഇട്ടാൽ അത് വേവാൻ ഇച്ചിരി ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാനത് 4 കഷ്ണമാക്കി മുറിച്ചിട്ട് അതൊന്ന് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കും. അതായത് ആ തക്കാളിയുടെ തൊലി പുറത്താലും അതൊന്ന് വേവണം വരെ അതൊന്നുമില്ല. നമുക്ക് തൊലി കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ, ആ സ്റ്റിഫായിട്ട് വേണ്ട അതൊന്ന് ചുളുങ്ങിയിരിക്കും. അതുവരെ അതൊന്നും വേവിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് മുളക് പൊടി നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച്, ഇച്ചിരി എരിവ് കൂടുതൽ നിൽക്കുന്നതാണ് ഇതിന് ടേസ്റ്റ്. അപ്പോൾ ഇച്ചിരി എരിവ് ഇടുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടി ഞാൻ ആ ഒരു സ്പൂണിൽ ഒരു 4-5 ടീസ്പൂണൊക്കെ ഇട്ടു കേട്ടോ. പിന്നെ ഒരു 2 ടീസ്പൂണോളം ആ ഒരു സ്പൂൺ, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൂണിലനുസരിച്ച് കണക്കുണ്ടാവും. ആ ഒരു സ്പൂണിൽ ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ മല്ലിപ്പൊടി ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂപ്പിക്കുക. അതിൻ്റെ സ്മെല്ല് വരണ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. കുറച്ച് നേരം ഒന്നിട്ടിട്ട് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിയിട്ട് പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ്സ് അതൊന്ന് തണുക്കാൻ വെക്കണ പോലെ അതിൽ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 2-3 മിനിറ്റ്സ് അതൊന്ന് തണുക്കാൻ വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കേട്ടോ. തണുക്കാൻ വെച്ച് കഴിഞ്ഞാൽ അത് എന്നിട്ട് ഈ കൂട്ട് അങ്ങനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. ഒന്ന് തണുത്തിട്ട് കേട്ടോ, ഞാനത് മാറ്റി വെച്ചിട്ടൊന്ന് തണുത്തിട്ടാണ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയത്. ചൂടോണൊക്കെ അടിച്ചത് അങ്ങനെ പേസ്റ്റായിട്ട് അരഞ്ഞു കിട്ടില്ല, നമുക്ക് നന്നായി അരഞ്ഞു കിട്ടണം. അത് നന്നായിട്ട് അരച്ച് കഴിഞ്ഞിട്ട് ഇതുപോലൊരു പേസ്റ്റായിട്ടാവും നിങ്ങൾക്കത് കിട്ടുക. അതിങ്ങനെ പേസ്റ്റ് നമ്മുടെ സെയിം മൺചട്ടിയിലേക്ക് തന്നെ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ആ മിക്സിയൊക്കെ ഒന്ന് നന്നായിട്ട് അത് കഴുകിയിട്ട് സൈഡിൽ ആ മസാല മുഴുവൻ എടുത്തൊഴിക്കുക. നിങ്ങൾക്ക് വെള്ളം എത്ര വേണം എന്നുള്ളത് നോക്കിയിട്ട് വേണം കേട്ടോ ഇത് ഒഴിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ആ മിക്സിയുടെ ഉള്ളിൽ ആ മസാല മുഴുവൻ എടുത്തൊഴിക്കുക. ബാക്കി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. പിന്നെ എന്താ വെച്ചാൽ പുളി, നമ്മൾ വാളൻപുളി ഉണ്ടല്ലോ, ഞാൻ വാളംപുളിയാണ് ഉപയോഗിക്കുക. കുടംപുളി ഉള്ളവർക്ക് കുടംപുളി ഉപയോഗിക്കും. കുടംപുളി വാളംപുളി എന്താ വെച്ചാൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ വെള്ളം കൂടി നമ്മൾക്ക് ഇതിൽ വരും. അപ്പോൾ എന്താ വെച്ചാൽ അതിനനുസരിച്ച് ഒരുപാട് വെള്ളം ഒഴിക്കരുത്. അപ്പം മസാല കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നത് വരെ മാത്രം വെള്ളം ഒഴിക്കാം.
അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴാണ് ഈ പുളി പിഴിഞ്ഞ വെള്ളം നമ്മൾ ഒഴിക്കുക. ഞാൻ വാളംപുളി കുറച്ച് നേരം മുന്നേ വെള്ളത്തിലിട്ട് വെക്കും. ഈ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം നമുക്ക് കുറച്ചൊന്ന് ലൂസാവുമല്ലോ. എന്നിട്ട് ആ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഒഴിക്കും. എൻ്റെ ബാക്കിയുള്ള പുളി മാറ്റി വെച്ചിട്ട് വെള്ളം നന്നായിട്ട് ഒഴിക്കും കേട്ടോ. കുടംപുള്ളിയുടെ ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല, കഴിക്കാതെയല്ല, എന്നാലും എനിക്കിതാണ് കൂടുതലും ഇഷ്ടം. എന്നിട്ട് അത് ഒന്ന് മിക്സ് ചെയ്തൊന്ന് ചൂടായിട്ട് വരണ സമയത്ത് വേണം നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് ഞാൻ ഇട്ടിട്ട് കാണിക്കാൻ വിട്ടു പോയതാണ്. ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അതൊന്ന് ചൂടായിട്ട് തിളച്ച് വരുമ്പോഴാണ് ഈ മീൻ കഷ്ണങ്ങൾ, ഇത് ഓരോന്നോരോന്ന് അങ്ങനെ ഒറ്റ മീനായിട്ട് ഇടാം. ഞാൻ അങ്ങനെ ഇട്ടാൽ ഇതിന് കൊള്ളില്ല, അപ്പം ഞാൻ ഇളക്കാനൊക്കെ ബുദ്ധിമുട്ട്. അപ്പം ഞാനിങ്ങനെ കഷ്ണാക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ നിങ്ങൾ ചെറുതായിട്ടൊന്ന് അതൊന്ന് ഇളക്കി എല്ലായിടത്തേക്കും ആ ഒരു മീൻ എല്ലായിടത്തേക്കും എത്തിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇളക്കിയാൽ മീൻ ഉടഞ്ഞു പോകും. അപ്പോൾ ആദ്യം തന്നെ അടച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് വേണം ഇതൊരു 10 മിനിറ്റോളം വേവണം. 10 മിനിറ്റോളം വെന്താൽ മാത്രമാണ് ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടുള്ളൂ. ഞാൻ ആ സമയം കൊണ്ട് എന്താ വെച്ചാൽ മീനിൽ കുറച്ച് കായൊക്കെ പുരട്ടി വെച്ചായിരുന്നു. മീൻ വറക്കാനുണ്ടായിരുന്നു. അപ്പോൾ 4-5 പീസ് 2-3 മാറ്റി വെച്ചല്ലോ. അപ്പോൾ 2 കഷ്ണം ഞാനും അഗിയും മാത്രമേ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാവുള്ളൂല്ലോ. അപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള 2 പീസ് ഞാൻ എടുത്തൊരു സൈഡിൽ വറുത്തു. ജസ്റ്റ് ഞാൻ കായം പുരട്ടി വെച്ച് നമ്മൾ നോർമൽ പൊട്ടുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയും ഞാൻ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇത്തിരി ചെറുനാരങ്ങ നീര് ഒഴിക്കും കേട്ടോ ആ മസാലയിൽ. അത് ഇത്തിരി നേരം മുന്നേ അത് ഞാൻ നന്നാക്കി വെച്ച് അപ്പം തന്നെ എടുത്ത് കായം പുരട്ടി ഫ്രിഡ്ജിൽ വയ്ക്കും. എന്നിട്ട് ഇതുപോലെ ഇടയ്ക്കൊന്ന് ഈ കറിയൊന്നും എടുത്ത് ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ. സ്പൂൺ കൊണ്ട് ഇളക്കരുത്, ഇളക്കി കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോകും ചിലപ്പോൾ. ഇങ്ങനെ എടുത്തിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇപ്പം നല്ല സ്മെല്ലും വരും. എന്നിട്ട് നന്നായിട്ട് അടച്ചും വെക്കുക കേട്ടോ. 10 മിനിറ്റോളം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തുറന്നു കഴിഞ്ഞാൽ അങ്ങനെ തിളച്ച് നിൽക്കുന്നുണ്ടാവും. നല്ലൊരു സ്മെല്ലും വന്നിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം മീൻ അങ്ങനത്തെ ആ ഒരു തിളയ്ക്കുമ്പോഴുള്ളൊരു മണം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൽ മുകളിലേക്ക് ഇച്ചിരി പച്ചവെളിച്ചെണ്ണ ഇച്ചിരി ഒന്ന് ഇട്ട് കൊടുക്കുക. നല്ല കറിവേപ്പില, അത് എനിക്ക് ഞാൻ കുറേ കറിവേപ്പില ഇടും വീട്ടിലുള്ളത് കൊണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ കറിവേപ്പില നല്ലോണം അതൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലിന് തന്നെ ടേസ്റ്റ് തന്നെ ഒരു വ്യത്യാസം വരും. എന്നിട്ട് നമ്മളത് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് അതങ്ങ് ഓഫ് ചെയ്ത് വെക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് സൈഡിൽ നിന്നൊക്കെ ആ മസാലയൊക്കെ അതിലേക്ക് കൊണ്ട് പിടിച്ചിട്ടേ അത് എന്നിട്ട് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ച് അത് അതിൽ തന്നെ മൺചട്ടിയിൽ തന്നെ കിടന്ന് ഒന്നും കൂടി തിളയ്ക്കും ഓഫായാലും. അങ്ങനെ അതൊക്കെ തിളച്ച് കണ്ട മീൻ കറി സെറ്റായി. മീൻ വറുത്തതും ഒരു സൈഡിൽ സെറ്റായി. ഇനി നമുക്ക് എങ്ങനെയാണെന്ന് ചോദിക്കാം. അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ബൈ. എപ്പടി സൂപ്പറാ. പൊളി